ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ഇരിക്കുന്ന ബൗളിലേക്ക് ഉരുളക്കിഴങ്ങ് വാരിയിടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഉരുളക്കിഴങ്ങ് കറിയാണെന്ന്. എന്നാൽ അതൊന്നുമല്ലാത്ത വെറൈറ്റി ഐറ്റമാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈമായി ഒരു കുക്കിംഗ് ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ പരിങ്ങലൊക്കെ എനിക്കുണ്ടെങ്കിലും വിജയകരമായി പൂർത്തിയാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യമായി ഈ ഉരുളക്കിഴങ്ങ് ഉപ്പുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അമ്മയുടെ വിദഗ്ധ ഉപദേശപ്രകാരം കുക്കർ തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. മുമ്പേ കൂട്ടി അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചിരുന്നാൽ സൗകര്യം പോലെ വിസിൽ കെട്ടോളുമല്ലോ. ഇനി വേണ്ടത് ഇഷ്ടം പോലെ മുട്ട പുഴുങ്ങിയെടുക്കണം. അങ്ങനെ അവിക്കാനുള്ളതും പുഴുങ്ങാനുള്ളതും ഒക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലുള്ളി എടുത്ത് നെടുങ്ങണെ പുളന്നിട്ട് കിരികിര അരിയണം, കുറുകെ മുറിക്കണം. മുറ്റത്തിറങ്ങിയ അച്ഛൻ്റെ ഓർഗാനിക് പച്ചമുളകുകൾ പാകമാകുന്നതിന് മുന്നേ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുക്കണം. ഇതാകുമ്പോൾ അധികമൊന്നും വേണ്ട, 1-2 മതി. ഇച്ചിരി നേരം എരിയാനുള്ളതായി. ശേഷം സ്ക്രീനിൽ പച്ചമുളക് വട്ടത്തിൽ അരിയണം. മല്ലിയില, കറിവേപ്പില ഈ വക ഇലകൾ വേണമെന്നുള്ളവർക്ക് ഇടാൻ കേട്ടോ. ഇലവർഗ്ഗങ്ങളോടുള്ള എൻ്റെ ചിരവൈരാഗ്യം കൊണ്ട് ഞാനതൊന്നും ഇടുന്നില്ല. അങ്ങനെ വെട്ടിക്കൂട്ടിയതെല്ലാം കൂടി വെള്ളപാത്രത്തിൽ വാരിയിട്ട് ഒരറ്റത്ത് മാറ്റി വയ്ക്കുക. കുക്കർ കുട്ടൻ്റെ മൂടി തുറക്കാം. മൂടി തുറക്കുമ്പോൾ റിസ്ക് എലമെൻറ്റ്സ് ഒരുപാടുള്ളത് കൊണ്ട് എന്നെപ്പോലെ പരിചയസമ്പന്നമല്ലാത്തവർ സൂക്ഷിക്കണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിക്കാം, തൊലിച്ചിട്ടും പുഴുങ്ങാം. പുഴുങ്ങിയിട്ട് തൊലിക്കുമ്പോൾ ഈസിയാ. തൊലിച്ചെടുത്ത ഉരുളക്കിഴങ്ങുകൾ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ കൊണ്ട് നന്നായി ഉടച്ചെടുക്കുക. വല്ലവന് പുല്ലും ആയുധം എന്നാണല്ലോ. എനിക്ക് കയ്യിൽ കിട്ടിയ ഫോർക്കാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ആയുധമാക്കിയത്. ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഫോർക്ക് കൊണ്ട് ഇത് പ്രാക്ടിക്കലാ. അങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഉള്ളിയും മുളകും കിണ്ടിയെടുക്കുക. നന്നായി കിണ്ടി വഴണ്ടു വരുമ്പോൾ ഉള്ളിയുടെ നിറം മാറും. ആ ശുഭമുഹൂർത്തത്തിൽ ഇഞ്ചപരുവത്തിനുള്ള പൊട്ടറ്റോ പാനിലേക്ക് തട്ടുക. വീണ്ടും കിണ്ടണം, ഇഷ്ടംപോലെ കിണ്ടണം. കിണ്ടി തളരുമ്പോൾ ആവശ്യത്തിന് പൊടിയുപ്പും മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അങ്ങനെയുള്ള അത്യാവശ്യം പൊടികളൊക്കെ ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റുമ്പോൾ ഏകദേശം ഇതിങ്ങനെയാകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അവിക്കാനിട്ട മുട്ട വിരിഞ്ഞോ എന്തോ. ഇനി അവിച്ച മുട്ട തൊലിച്ചെടുക്കണം. എടുത്ത് മേശപ്പുറത്ത് വെച്ചപ്പോൾ എൻ്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. യൂട്യൂബിൽ കണ്ട മുട്ട ഉരുട്ടി പൊട്ടിക്കുന്ന ടെക്നോളജി ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. എൻ്റെ ട്രൈ നിങ്ങൾ കണ്ടോ? അടാറ് ഫ്ലോപ്പായിരുന്നു ഗൈസ്. ശാസ്ത്രീയമായി തൊലിച്ചെടുത്ത മുട്ട 2ആയി കട്ട് ചെയ്തപ്പോൾ പിന്നെയും പാളി. എന്താണോ ആവോ, ഈ ഇടയായിട്ട് ഞാൻ എന്തു ചെയ്താലും ആകെ പരാജയമാണല്ലോ. എന്നാലും നേരെ ചൊവ്വേ നല്ല 4 പീസ് കിട്ടി. 4 നിരത്തി വെച്ച് കുരുമുളക് പൊടി വിതറിയിട്ടു. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിനായി ബ്രെഡ് എടുത്ത് 4 വശവും ചെത്തിയെടുത്ത് ഞവിടി കൂട്ടി മിക്സിയുടെ ജാറിലിട്ട് കിർ എന്നൊരടി. ഇനി നമുക്ക് ഉരുളാം. നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങി നന്നായി ഞവിടി കൂട്ടി പരത്തിയെടുത്ത് ഇടത്തെ കയ്യിൽ വെച്ച് 3 വട്ടം ഞെക്കുക. അതിൻ്റെ മുകളിൽ മുട്ടയെ കമിഴ്ത്തി കിടത്തി അതിന് മുകളിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് പൊതിയുക. അവരവരുടെ കലാവാസന പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. എൻ്റെ കലാവാസന തലയ്ക്കുള്ളിൽ ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഉരുട്ടി ഉണ്ടാക്കി. കൊച്ചുകുട്ടികൾ അടുത്തു നിന്ന് മാറ്റി വെച്ചേക്കണേ, ഇല്ലെങ്കിൽ അവർ അതുകൊണ്ടുപോയി ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ ഉരുളകളെല്ലാം നിരന്നിരിക്കുമ്പോൾ കണ്ടാലെടുത്ത് തിന്നാൻ തോന്നുമെങ്കിലും അങ്ങനെ ആരും ചെയ്യല്ലേ. തിന്നാൻ ഇനിയും കടമ്പകളുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആദ്യത്തെ മുട്ടയുടെ മഞ്ഞക്കറി തന്നെ പൊട്ടി ഗൈസ്. എന്നാൽ രണ്ടാമത്തത് ഞാൻ സക്സസ്ഫുള്ളായി പൊട്ടിച്ചു. മഞ്ഞക്കറി പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും കാര്യമൊന്നുമില്ല, നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഓരോ ഉരുളയായി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിയുക. അങ്ങനെ ഓരോന്നോരോന്നായി പൊതിഞ്ഞു വെച്ചിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് നോൺ സ്റ്റിക്ക് പാനിൽ പകുതിയോളം എണ്ണ ഒഴിച്ച് തിളച്ച എണ്ണയിലിട്ട് മൂപ്പിക്കുക. നമ്മുടെ റെസിപ്പി എണ്ണ നന്നായി കുടിക്കും ഗൈസ്, അതുകൊണ്ട് എണ്ണ കുറച്ചൊന്നും പോരാ. കൊളസ്ട്രോൾ ഉള്ളവരുടെ ജീവന സ്വത്തിന് ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ എണ്ണയിൽ കിടന്ന് വെട്ടിത്തിളയ്ക്കുമ്പോൾ കാണാൻ നല്ല ചേല. ഞാൻ വിചാരിച്ചത്ര മോശമായില്ലേലും പ്രതീക്ഷിച്ചതിനേക്കാൾ സൂപ്പറായി. ബാക്കി വന്ന ബ്രെഡ് എടുത്ത് പാനിലിട്ട് നെയ്യ് പുരട്ടി ചൂടാക്കി ഒരു സൈഡ് ഡിഷായിട്ട് കൂട്ടാമല്ലോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുട്ടയിൽ ഉരുളക്കിഴങ്ങ് പൊതിഞ്ഞ ബോണ്ടയും നെയ്യിൽ പൊരിച്ച ബ്രെഡും. നിങ്ങൾക്ക് ഇതിനെ വായിൽ തോന്നിയ പേരിട്ട് വിളിക്കാം. വ്യത്യസ്തമായ പേരുകളെ കമൻറ്റ് ബോക്സിൽ ക്ഷണിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.